എല്ലാ സ്നേഹത്തിനും ഏറ്റം യോഗ്യനാമൻ നല്ല ദൈവമേ നന്മ സ്വരൂപ. എല്ലാ സൃഷ്ടികളെ കാളുമുപരിയായി നിന്നെ സ്നേഹിച്ചിടും നിതാ ഞാൻ. എല്ലാ സ്നേഹത്തിനും ഏറ്റം യോഗ്യനാമൻ നല്ല ദൈവമേ നന്മ സ്വരൂപ. എല്ലാ സൃഷ്ടികളെക്കാളും ഉപരിയായി നിന്നെ സ്നേഹിച്ചിടും എൻ്റെ സൃഷ്ടാവാം രക്ഷനാഥനെ ഞാൻ മുഴുവാത്മാവും ഹൃദയവുമായി മുഴുമനമോടെയും സർവശക്തിയോടും സദാ സ്നേഹിച്ചിടും മാഹിയിൽ എൻ്റെ സൃഷ്ടാവാം രക്ഷനാഥനെ ഞാൻ ഹൃദയവുമായി മുഴുമനമോടെയും സർവശക്തിയോടും സദാ സ്നേഹിച്ചിടും മാഹിയിൽ. എല്ലാ സ്നേഹത്തിനും ഏറ്റം യോഗ്യനാമൻ നല്ല ദൈവമേ നന്മ സ്വരൂപ. എല്ലാ സൃഷ്ടികളെയും നിന്നെ സ്നേഹിച്ചിടും നീതാ ഞാൻ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ ഈ സന്ധ്യയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള അല്പസമയത്തെ വചനധ്യാനത്തിന് ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏകാഗ്രതയോടെ തീഷ്ണതയോടെ തിരുസന്നിധിയിലായിരിക്കുവാൻ നാഥാ കൃപ ചൊരിയണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെല്ലാവരും നയിക്കപ്പെടുവാൻ ഇടയാകണമേ. ഇന്ന് പറയുന്ന വാക്കുകൾ ദൈവമേ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതായിരിക്കുവാനും പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നതായിരിക്കുവാനും അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കൾ ഇന്ന് കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന രീതിയിൽ അതിനെ ധ്യാനിക്കുവാനും ഗ്രഹിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ തിരക്തത്തിൻ്റെ സംരക്ഷണം ഈ സമയങ്ങളിൽ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേട്ടുത്തരം തരുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. പ്രിയമുള്ളവരെ, നമ്മൾ വായിച്ചു കേട്ട വേദപുസ്തക ഭാഗം ഇന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 15 മുതൽ വാക്യങ്ങളാണ്. ഇന്നലെ നമ്മൾ 14 വരെ വാക്യങ്ങളിൽ നിന്നാണ് ധ്യാനിച്ചത്. ഇന്നലെ നമ്മൾ ധ്യാനിച്ചത് ക്രിസ്തുവിൽ ജീവിക്കുന്നവർ എന്നാണ്. ഹെഡിങ് കൊടുത്തിട്ടാണ് നമ്മൾ, അങ്ങനെയാണ് POC ബൈബിളിൽ അവർ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്, ക്രിസ്തുവിൽ ജീവിക്കുന്നവർ. ഇന്ന് നമ്മൾ വചനത്തിന് ഒരു ഹെഡിങ് കൊടുത്തിരിക്കുന്നത് നീതിയുടെ അടിമകൾ എന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീതിയുടെ അടിമകൾ, നീതിയുടെ അടിമകൾ എന്നങ്ങനെ ഹെഡിങ് കൊടുക്കുമ്പോൾ ഈ നാളുകളിൽ ചിലപ്പോൾ ഒരു സംശയം വന്നിരിക്കാം, ഇപ്പോഴും അടിമത്തമൊക്കെ ഉണ്ടോ എന്ന്. ഈ വചനം പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇത് ഇങ്ങനെ അടിമകളായിരിക്കുന്നതിന് വേണ്ടി പറയുന്നതല്ല, മറിച്ച് അങ്ങനെ പറഞ്ഞാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ എന്നാണ്. 19-ാമത്തെ വാക്യത്തിൽ പറയുന്നത് നിങ്ങളുടെ പരിമിതി നിമിത്തം ഞാൻ മാനുഷിക രീതിയിൽ സംസാരിക്കുകയാണെന്നാണ്. മനുഷ്യർക്ക് കേൾക്കുവാനുള്ള പരിമിതിയുണ്ട്, മനസ്സിലാക്കുവാനുള്ള പരിമിതിയുണ്ട്. മാനുഷികമായിട്ട് ചിന്തിച്ച് വന്നിരിക്കുമ്പോൾ പരിമിതിയുണ്ട്. അതിന് ദൈവികമായി ചിന്തിക്കുമ്പോൾ മാത്രമേ, ദൈവത്തിനു വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ മാത്രമേ അവിടെ സ്വാതന്ത്ര്യം വരുന്നുള്ളൂ. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്.
ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നത് എന്തെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു, എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ സ്നേഹിതന്മാരെന്ന് യേശു വിളിക്കുകയാണ്. കാരണം യേശു അവരെ തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടിയാണെന്നോ? യേശു പറയുന്നതെല്ലാം അനുസരിക്കുവാൻ, യേശു പറയുന്നതെല്ലാം പ്രവർത്തിക്കുവാൻ. ശിഷ്യന്മാർക്ക് പോരായ്മകളൊക്കെ ഉണ്ടായെങ്കിലും യേശു പറയുന്നതനുസരിച്ച് അവർ ജീവിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് സ്നേഹിതന്മാർക്കുള്ള ഉത്തരവാദിത്തമാണ് കൂട്ടുകാരൻ പറയുന്നത് പോലെ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ദാസന്മാരെന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അടിമകളാണെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മനസ്സിലാകാനുള്ള ഭാഷയിലാണ്, അല്ലാതെ നമ്മൾ ദൈവത്തിൻ്റെ അടിമകളായിട്ടില്ല. യജമാനൻ അടിമ എന്നല്ല. നമ്മൾ പുതിയ നിയമത്തിൽ തന്നെ മാതാവിനോട് ദൂതൻ വന്ന് സംസാരിക്കുമ്പോൾ മാതാവ് പറയുന്നൊരു വാക്യമുണ്ട്, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന്. അതൊരു എന്താ പറയുന്ന ഒരു സമർപ്പണത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ മാതാവ് തീർച്ചയായിട്ടും ആ ദൂതനോട് ചോദിക്കുന്നുണ്ട്, നീ ഗർഭം ധരിക്കും, ഒരു മകനെ പ്രസവിക്കും എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടി ചോദിക്കുന്നത് എങ്ങനെയാണ്, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ, പിന്നെ ഇതെങ്ങനെ സംഭവിക്കും? അപ്പോൾ ഒരു അടിമയാണെങ്കിൽ ഒരിക്കലും, ഒരു ദാസിയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചോദിക്കാനുള്ള അവകാശമില്ല. ഹല്ലേലൂയ. പക്ഷെ ദൈവം അവൾക്ക് കൊടുത്ത അവകാശമാണത്. തിരിച്ച് ചോദിക്കാം, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ബയോളജിക്കലായിട്ട് അവൾക്ക് അറിവ് ഉള്ള ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് അവൾ ചോദിക്കുന്നു, എനിക്ക് ഇതാ എങ്ങനെയാണ് സംഭവിക്കുക? അപ്പോൾ ദൂതൻ വളരെ സൗമ്യനായി മറുപടി പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, പരിശുദ്ധാത്മാവിനാലാണ് നീ ഗർഭം ധരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സംവാദത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇപ്പോൾ ഇതുപോലെ മോശയും ദൈവത്തോട് സംസാരിക്കുമ്പോൾ സംവാദമുണ്ട്. യേശു സംസാരിക്കുമ്പോഴും ശിഷ്യന്മാർ സംവാദിക്കുന്നുണ്ട്, ചർച്ചകൾ നടക്കുന്നുണ്ട്, അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ശാസിക്കേണ്ടടുത്ത് ശാസനയുണ്ട്, സ്നേഹിക്കേണ്ടടുത്ത് സ്നേഹമുണ്ട്. എല്ലായിടത്തും ദൈവത്തോട് ചേർന്നാണ് ജീവിക്കുന്നത്. ദൈവം കൂട്ടുകാരനെ പോലെയാണ് ജീവിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂട്ടുകാരനെ പോലെയാണ് ദൈവം. അതുകൊണ്ടാണ് അങ്ങനെ സ്നേഹിതൻ എന്ന് വിളിച്ചത്. എന്നാൽ സത്യത്തിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ അനുസരണം എന്ന ഭാഗത്ത് വരുമ്പോൾ അതൊരു എന്താ പറയുന്നത്, വിധേയത്വം അല്ലെങ്കിൽ അടിമത്തം തന്നെയാണ്. മാറുന്നില്ല. പറഞ്ഞ ദൈവം എന്താണോ അത് ആഗ്രഹിക്കുന്നതിൽ നിന്ന് മാറുന്നില്ല. അബ്രാഹത്തോട് ദൈവം സ്ഥിരമായി സംസാരിച്ചിരുന്നു. അബ്രാഹത്തോടെല്ലാം ദൈവം നേരെയാണ് സംസാരിച്ചിരുന്നത്. ഇന്നത്തെ പോലെ വേദപുസ്തകം വായിച്ചോ മറ്റു രീതികളിലൊന്നുമല്ല അബ്രാഹാം കാര്യങ്ങൾ അറിഞ്ഞിരുന്നത്. ദൈവം അബ്രാഹത്തോട് നേരെ സംസാരിച്ചിരുന്നു. പക്ഷെ അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നിൻ്റെ പ്രിയപ്പെട്ട മകനായ ഇസഹാക്കിനെ മൊറിയാമലയിൽ കൊണ്ടുവന്ന് ബലി അർപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൻ അനുസരിച്ചു. അതൊരു അടിമത്തമാണ്, വേണമെങ്കിൽ പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ അടിമത്തം. അത് ഒരു രഹസ്യമാണെന്നും കൂടി ഈ കഷ്ടാൻവാഴ്ചയിലെ ചൊവ്വാഴ്ചത്തെ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്. പാതിരായുടെയും പ്രഭാതത്തിൻ്റെയൊക്കെ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്. അബ്രാഹത്തിൻ്റെ ഭാര്യ സാറ ചോദിക്കുന്നു, എനിക്കും മകനും നിങ്ങൾക്കും ഇടയിൽ എന്തോ ഒരു രഹസ്യമുണ്ട്, നിങ്ങളെന്തോ ഒളിച്ചു വെക്കുന്നുണ്ടെന്ന്. അപ്പോൾ അബ്രാഹാം പറയുന്ന മറുപടി എങ്ങനെയാണ്, എനിക്കും മകനും ദൈവത്തിനും മധ്യേ ഒരു രഹസ്യമുണ്ടായെന്ന്. ഹല്ലേലൂയ. അപ്പോൾ അത് ഭാര്യയോട് പോലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വിധേയത്വമാണ്, ഒരനുസരണമാണ്. ഇതിനെയാണ് ഇവിടെ അടിമത്തമെന്ന് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള അത്യധികമായ ബന്ധം മറ്റ് എല്ലാ സൃഷ്ടികളെക്കാളും, ഇപ്പോൾ നമ്മളിന്ന് പാടിയതുപോലെ എല്ലാ സൃഷ്ടികളെക്കാളും ഉപരിയായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇന്നിപ്പോൾ ഒരു ഉദാഹരണം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മറിയം എന്ന് പറയുന്ന ഈ പെൺകുട്ടി യൗസേപ്പ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നയാളാണ്. ഒരിക്കലും യൗസേപ്പിൻ്റെ അനുവാദമില്ലാതെ യഹൂദ നിയമത്തിലാണെങ്കിലും ഈ കാലത്തെ നിയമത്തിലാണെങ്കിലും ഒരാലോചന ഇല്ലാതെ ആ സ്ത്രീയെ ദൈവത്തിന് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് വേറൊരർത്ഥത്തിൽ ചിന്തിച്ചാൽ. ഒന്ന് മാനുഷ്യമായി ഇന്നത്തെ കാലത്ത് ഒരാളൊന്ന് പള്ളി പോണെങ്കിൽ പോലും പറയും, ഞാൻ പള്ളി പോയിക്കോട്ടെ. അല്ലെങ്കിൽ ഒന്ന് സ്വന്തം വീട്ടിൽ പോകണമെങ്കിൽ പോലും ഒരു സ്ത്രീ അനുവാദം ചോദിച്ചില്ലെങ്കിൽ വലിയ അപകടമാണെന്നാണ്. അനുസരണമില്ലാത്തവളെന്നൊക്കെയാണ് പിന്നെ പറയുന്നത്.
അപ്പോൾ പുരുഷൻ്റെ അനുസരണത്തോടു കൂടി, പുരുഷൻ്റെ അനുവാദത്തോടു കൂടിയാണ് എന്തും ചെയ്യാമെന്നുള്ള ഒരു നിയമം അന്നും ഇന്നും ഇരിക്കെ തന്നെ യൗസേപ്പിനോട് ആലോചിക്കാതെ തന്നെ മറിയം ദൈവത്തിന് യെസ് പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെയാണ് അതിൻ്റെ സമർപ്പണം, ഇവിടെയാണ് അതിൻ്റെ വിധേയത്വം. കാരണം ദൈവത്തിൽ നിന്ന് തന്നതല്ലാതെ വേറൊന്നുമില്ല. അപ്പോൾ ദൈവമാണ് സംസാരിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ഞാൻ ചെയ്യേണ്ടത്. ബാക്കി എൻ്റെ പ്രവൃത്തിയിൽ വരുന്ന, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തുണ്ടാകേണ്ട പ്രശ്നങ്ങളും വീഴ്ചകളും താഴ്ചകളോ നേട്ടങ്ങളോ കോട്ടങ്ങളോ എന്തൊക്കെ ഉണ്ടെങ്കിലും അത് ദൈവം നോക്കിക്കൊള്ളും. മത്തായി 6:33. ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയുള്ളതൊക്കെ ചേർത്തുകൊള്ളും. അപ്പം മറിയം അങ്ങനെ അനുസരിച്ചത് വഴി പ്രിയമുള്ളവർ, മറിയത്തിന് അതിൻ്റെ ഗുണമുണ്ടായി. കാരണം മറിയത്തെ സംശയിച്ചുകൊണ്ട് മറിയം ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ അവളെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച യൗസേപ്പിനോട് ദൈവം കൃത്യമായി ഇടപെട്ടു. ദൂതൻ വന്ന് യൗസേപ്പിനോട് പറഞ്ഞു, നിൻ്റെ ഭാര്യയെ ചേർക്കുന്നതിൽ നീ ശങ്കിക്കേണ്ട, അവൾ ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ്. ഈ ഒരു സ്വാതന്ത്ര്യം സത്യത്തിൽ ഇന്ന് എല്ലാവർക്കും വേണ്ടതാണ്. വ്യക്തിപരമായി ഓരോരുത്തർക്കും ദൈവത്താൽ നയിക്കപ്പെടുവാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യൻ കൊടുക്കണം. അതിന് കൊടുക്കാതെ മനുഷ്യൻ, എല്ലാവരും ദൈവത്തെ അറിയാത്തതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ്. ഇപ്പോൾ ഭാര്യ ദൈവത്തെ അറിഞ്ഞു, ഭർത്താവ് അറിയുന്നില്ല. ഭർത്താവ് ദൈവത്തെ അറിയുന്നു, ഭാര്യ അറിയുന്നില്ല. മക്കൾ ദൈവത്തെ അറിയുന്നു, അമ്മയപ്പന്മാർ അറിയുന്നില്ല. അമ്മയപ്പന്മാർ ദൈവത്തെ അറിയുന്നു, മക്കൾ അറിയുന്നില്ല. ഇടവകക്കാർ പലരും ദൈവത്തെ അറിയുന്നു, വികാരിയച്ഛൻ അറിയുന്നില്ല. മൊത്തത്തിൽ പ്രശ്നമാണ്. എവിടെയെങ്കിലുമൊക്കെ ഓരോരോ പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ടായിരിക്കാം യേശു പറഞ്ഞ്, ഞാൻ സമാധാനമല്ല വാളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ഒരു വീട്ടിൽ അപ്പനും അമ്മയ്ക്കും അമ്മ അപ്പനും മക്കൾ മാതാപിതാക്കന്മാർക്കെതിരെ ഭിന്നിച്ചിരിക്കുമെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. എന്ന് പറഞ്ഞാൽ ആരാണോ ഒരാൾ ദൈവത്തിനു വേണ്ടി തന്നെ സമർപ്പിക്കുന്നത്, ആ വ്യക്തിക്ക് ഇവിടെ പ്രശ്നങ്ങളുണ്ടാകുമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് ആ ധൈര്യം ആരും ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ്. അത് ഇന്ന് മാത്രമല്ല, റോമാക്കാരുടെ അന്ന് സുവിശേഷം കേട്ടിട്ടും അവരും അത്ര ധൈര്യം കാണിച്ചില്ല. അതുകൊണ്ടായിരിക്കാം വീണ്ടും പൗലോസ്ലീഹ യഹൂദന്മാരുടെ കാര്യങ്ങളൊക്കെ എടുത്ത് സംസാരിക്കുന്നു, നീതിയുടെയാണെന്നും അത് അനുസരണക്കേടിൻ്റെ ആണെന്നും അതെന്താ പറയുക ക്രിസ്തുവിൻ്റെ ബലിയുടെയാണെന്നും ഒക്കെ നമ്മളിങ്ങനെ വായിച്ചു കേട്ട മുഴുവൻ ഭാഗങ്ങളും ഈ പഠിപ്പിക്കലുകളാണ്. വേദശാസ്ത്രം പഠിപ്പിക്കുകയാണ്, എന്നിട്ടും തലേ കയറാതെ വരികയാണ്. എന്നിട്ട് പൗലോസ്ലീഹ പറയുകയാണ്, ഞാനീ പറയുന്നത് നിങ്ങളുടെ പരിമിതി കൊണ്ടാണ്, നിങ്ങൾക്ക് ഗ്രഹിക്കാനുള്ള പരിമിതി ഉള്ളത് കൊണ്ടാണ് ഈ അടിമ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. കാരണം കർത്താവിൽ അങ്ങനെ ഒരു അടിമ ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്തെങ്കിലും ദൈവസ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ അവരവരുടെ ബന്ധങ്ങളെ, അവരവരുടെ ബന്ധത്തിൽ വരുന്ന വ്യക്തികളെ ക്രിസ്തുവിനായിട്ട് വിട്ടുകൊടുക്കുക, ക്രിസ്തുവിന് സമർപ്പിക്കുക. എൻ്റെയാണ്, എല്ലാം എൻ്റെയാണ്, എൻ്റെ സ്വന്തമാണ്, ഞാൻ പറയുന്ന പോലെ കേട്ടാൽ മതി, ഞാൻ പറഞ്ഞാൽ അനുസരിച്ചാൽ മതി എന്ന് പറയുന്നതിന് പകരം ക്രിസ്തുവിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർ വളരാനായിട്ട് ആഗ്രഹിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൽ വളരുവാനായിട്ട് നമ്മുടെ വേണ്ടപ്പെട്ടവർ വളരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഭയങ്കര സമാധാനം ഉണ്ടാവും, നമ്മുടെ കൂട്ടായ്മയിൽ ഭയങ്കരമായിട്ടുള്ള സമാധാനം ഉണ്ടാവും, നമ്മുടെ സഭയിൽ ഭയങ്കരമായിട്ടുള്ള സമാധാനം ഉണ്ടാകും. എൻ്റെ എന്നുള്ളത്, അല്ലെങ്കിൽ എൻ്റെ കാര്യത്തിന് കോട്ടം തട്ടും, എനിക്ക് ഇന്ന നഷ്ടങ്ങളുണ്ടാവും, എനിക്ക് ഇന്നപോലെ സംഭവിക്കും, നിങ്ങൾ അങ്ങനെ ചെയ്താൽ ശരിയാവുകയില്ല, ഇങ്ങനെ ചെയ്താൽ ശരിയാവുകയില്ല എന്ന് പറയുന്ന എന്താ പറയണേ, ഭൗതികമായിട്ടുള്ള ഒരു അടിമത്തത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകാതെ ഈ പറഞ്ഞ പോലെ നീതിയുടെ അടിമകൾ, ദൈവത്തിൻ്റെ അടിമകൾ എന്ന് പറഞ്ഞാൽ മീൻസ് ദൈവത്തിൻ്റെ സ്നേഹിതന്മാർ, യേശു ക്രിസ്തുവിൻ്റെ സ്നേഹിതന്മാർ, ആ ലെവലിലേക്ക് എല്ലാവരും ഉയരണമെന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നൊരു ചോദ്യം നമുക്കൊന്ന് വായിച്ച് ഒന്ന് ധ്യാനിക്കാം. എന്താ പറയുന്ന, ഏതെങ്കിലും ഒരു യജമാനന് നിങ്ങളെ ദാസരെ പോലെ സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവൻ്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? ദാസരെ പോലെ സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവൻ്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? എന്നിട്ട് ചോദിക്കുകയാണ്, ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിൻ്റെ അടിമകൾ,
അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിൻ്റെ അടിമകൾ. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ 2 ഉദാഹരണം പറഞ്ഞു. അവർ പ്രത്യക്ഷത്തിൽ നമ്മുടെ കാഴ്ചപ്പാടിൽ പാപകരമായ അവസ്ഥയിലേക്ക് അവരുടെ മൊത്തം ജീവിതം മാറിപ്പോകുന്ന ഒരു അനുഭവമുണ്ടായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിൻ്റെ അടിമകൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നീതിയിലൂടെ അനുസരണത്തിലേക്ക് നയിക്കുന്ന അടിമകളെ നമ്മൾ കണ്ടുപിടിക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ആളുകളെ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 1995 മുതൽ ഞാൻ സുവിശേഷ പ്രഘോഷണ രംഗത്ത് സജീവമായിട്ടുണ്ട്. എല്ലാവർക്കും ഗ്രഹിക്കാൻ പറ്റാത്ത എല്ലാവർക്കും ദഹിപ്പിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ എല്ലാവർക്കും ഇങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് പോകാത്തത് കൊണ്ട് അധികം പേർ ഇഷ്ടപ്പെടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. വചനം ജീവിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ശുശ്രൂഷ രംഗത്ത് 95 മുതലുണ്ട്. അതിൽ ഞാനൊരു 8 വർഷം കത്തോലിക്ക സഭയിലായിരുന്നു ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. 8 വർഷത്തോളം കത്തോലിക്ക സഭയിൽ ഞാൻ ശുശ്രൂഷ ചെയ്തപ്പോൾ ഈ വചനങ്ങളെല്ലാം അനുസരിക്കുന്ന ഒത്തിരി വ്യക്തികളെ കത്തോലിക്ക സഭയിൽ കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ഹല്ലേലൂയാം, 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 ഞാനിങ്ങനെ സാക്ഷ്യം പറയും. എന്താണ് സാക്ഷ്യമെന്ന് ചോദിച്ചാൽ, ഞാൻ യേശുക്രിസ്തുവിനെ ഇങ്ങനെ എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനാഥനുമായി സ്വീകരിച്ചു. തുടർന്ന് അങ്ങോട്ട് യേശുവിനെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു. അതിന് പ്രകാരം എന്നോട് കർത്താവ് ഇങ്ങനെ സംസാരിച്ചു. ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ നിന്നെ ഞാൻ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങൾ വായിച്ച് അതിലൂടെ എനിക്ക് കാര്യങ്ങൾ ബോധ്യമായി എന്നൊക്കെ ഞാനിങ്ങനെ അവരോട് സംസാരിക്കുകയും ഞാനിങ്ങനെ തെരുവിൽ അലയുന്ന ആളുകളുടെ ഇടയിൽ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി, അല്ലെങ്കിൽ അവരെ ദൈവം സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു അനുഭവത്തിലേക്ക് ഇറങ്ങി. എൻ്റെ വീട്ടിൽ എനിക്ക് 14 സെൻറ്റ് സ്ഥലമായിരുന്നു, ഒരു കുഞ്ഞു വീടായിരുന്നു. അവിടെ ഞാനിങ്ങനെ ഉള്ള മക്കളെയൊക്കെ താമസിപ്പിച്ചു. എനിക്ക് ഭാര്യയും 2 പെൺകുഞ്ഞുങ്ങളും മാത്രമായിരുന്നു എൻ്റെ കുടുംബം. മാതാപിതാക്കന്മാരും സഹോദരങ്ങളൊക്കെ തൊട്ട് അയൽവക്കത്ത് ഒരു പറമ്പിൽ തന്നെ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നു. എൻ്റെ വീട്ടിലുള്ള ഈ ശുശ്രൂഷകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് കേട്ട ഒത്തിരി ആളുകൾ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിൽ വയനാട് മേഖലകളിലും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൊക്കെ ഒത്തിരി ഇടുക്കി ജില്ലകളിലൊക്കെ ഒത്തിരി ആളുകൾ അവരിങ്ങനെ നേരത്തെ ധ്യാനമൊക്കെ കൂടി മാനസാന്തര അനുഭവത്തിൽ വന്നിട്ടുള്ള ആളുകളായിരുന്നു. അവർക്കതുകൊണ്ട് വചനം കേൾക്കാൻ എളുപ്പമായിരുന്നു. ഒരു പല ധ്യാനങ്ങളും കൂടി ഇനി എന്ത് എന്നൊക്കെ. ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അപ്പോൾ ഒത്തിരി ആളുകളെ എനിക്ക് പരിചയപ്പെടുവാനും ഒത്തിരി ആളുകൾ അതനുസരിച്ച് ഈ തെരുവിൽ അലയുന്ന ആളുകളുടെ ഇടയിലൊക്കെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുവാനൊക്കെ എനിക്കിടയായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒത്തിരി പേര്. മുമ്പോട്ടുള്ള ശുശ്രൂഷകളൊക്കെ സംസാരിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കത്തോലിക്ക സഭയിൽ അത് അങ്ങനെ ഒത്തിരി ഈ പ്രത്യേകിച്ച് ദരിദ്രരുടെ ഇടയിലുള്ള ശുശ്രൂഷകൾ ധാരാളമുണ്ട്. അതിൻ്റെ കാരണം പറയുന്നത് 70-80 കാലങ്ങളിലാണെന്ന് തോന്നണു ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ വിമോചന ദൈവശാസ്ത്രം ഉണ്ടായെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സഭ ദരിദ്രരുടെ പക്ഷത്ത് നിൽക്കണം. ജെസ്യൂട്ട് അച്ഛന്മാർ ഫാദേഴ്സ് എന്ന് പറയുന്ന ആ സന്യാസ സമൂഹമാണ് അതിന് നേതൃത്വം കൊടുത്തതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ കാലത്ത് വിമോചന ദൈവശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി ആളുകൾ കത്തോലിക്ക സഭയിൽ ഒരുപാട് ഈ ദരിദ്രരുടെ പക്ഷത്തേക്ക് ഇറങ്ങി എന്നാണ് പറയുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, ഞാനത് അങ്ങനെ പോകുമ്പോഴും അങ്ങനെയൊക്കെ കേട്ട ആ ശുശ്രൂഷകളിലൊക്കെ പോകുമ്പോഴും എൻ്റെ അന്നത്തെ ആത്മീയ നേതൃത്വത്തിലായിരുന്ന ജോർജ് കുറ്റിക്കൽ MCBS എന്ന് പറയുന്ന ദിവ്യകാരുണ്യ മിഷണറി സഭയുടെ വൈദികനായിരുന്നു ഈ ആകാശപ്പുറകളുടെ കൂട്ടുകാരെന്ന് പറയുന്ന അതിൻ്റെ സ്ഥാപകൻ. പക്ഷെ ആ അച്ഛൻ എന്നും ഇങ്ങനെ, അച്ഛനാണെങ്കിൽ MTH ഒക്കെ എടുത്തത് പൗരസ്ത്യ വിദ്യാപീഠത്തിലെ കോട്ടയത്ത്. അപ്പോൾ അച്ഛൻ എപ്പോഴും പ്രസംഗിക്കുന്നത് പൗരസ്ത്യ സഭയെക്കുറിച്ചാണ്. പൗരസ്ത്യ ആരാധനകൾ, പൗരസ്ത്യ സഭാപിതാക്കന്മാരെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ കൂടുതൽ അതേക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. പാശ്ചാത്യ സഭയേക്കാൾ കൂടുതൽ പൗരസ്ത്യ സഭയെക്കുറിച്ച് ഈ അച്ഛൻ്റെ കൂടെ ഞാൻ ഈ 8 വർഷത്തോളം നടന്നപ്പോൾ ഈ പാശ്ചാത്യ സഭയെക്കുറിച്ച് ഞാൻ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ, ഏറ്റവും മനോഹരമായിട്ട്
ലോകത്ത് ആര് സംസാരിക്കുന്നതിനേക്കാൾ മനോഹരമായിട്ട് പൗരസ്ത്യ പിതാക്കന്മാരാണ് ഈ വിമോചന ദൈവശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ പിന്നീട് ഈ പൗരസ്ത്യ സഭയിലാകുന്ന യാക്കോബായ സഭയിൽ മുഴുവൻ സമയവും ഇത്തരം ശുശ്രൂഷകൾ, അവിടെ ഇത്തരം ആളുകൾക്ക്, ഈ സഭയിൽപ്പെട്ട ആളുകൾക്കെല്ലാം ഇത് പലർക്കും ഇത്തരം കാര്യങ്ങളൊന്നും അറിയില്ല. ദരിദ്രരുടെ പക്ഷം ചേരേണ്ടത് എങ്ങനെയാണെന്നോ ദാരിദ്ര്യത്തിൻ്റെ കൂട്ടുകൂടുന്നത് എങ്ങനെ, അതൊന്നും അവർക്കറിയില്ല എന്നുള്ള ചിന്തയിലാണ് പിന്നെ ഞാൻ 2002 മുതൽ ശ്രേഷ്ഠ ബാബ തിരുമേനിയുമായിട്ട് എൻ്റെ ഈ ശുശ്രൂഷകളെക്കുറിച്ചൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ തുടങ്ങിയതാണെന്നും ഇത്ര നാൾ വരെ ഇന്നതുപോലെ ഇന്ന നാൾ മുതൽ ഇങ്ങനെ കത്തോലിക്ക സഭയിൽ ഒരു അച്ഛൻ്റെ കൂടെയായിരുന്നു ഞാനെന്നും, എന്നാൽ യാക്കോബായ സഭയിൽ ഈ ശുശ്രൂഷ ചെയ്യണമെന്ന്, മുഴുവൻ സമയം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ശ്രേഷ്ഠ ബാബ അത് ഏറെ സ്നേഹത്തോടെ കാണുകയും സ്വീകരിക്കുകയും വേണ്ട നൽവരങ്ങളെല്ലാം നൽകി ഇതുവരെയും വളർത്തി പോന്നതും ഇപ്പോൾ ഈ ശുശ്രൂഷയെ നയിക്കുന്നതിന് വേണ്ടി, ഇതിന് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി ശ്രേഷ്ഠ ബാബ തിരുമനസ്സുകൊണ്ട് പെരുമ്പാവൂർ മേഖലയുടെ അഭിവന്യ മാത്യൂസ് മോർ അപ്രേം മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും സഭയിൽ ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുന്നതിന് കാരണമെന്നാണ്. അവിടെ പ്രിയമുള്ളവർ, അത് ഞാനിങ്ങനെ സന്ദർഭവശാൽ പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് നമ്മളെവിടെയാണ് ദൈവത്തിന് വേണ്ടി വേല ചെയ്യേണ്ടതെന്നും എവിടെയാണ് നമ്മൾ ദൈവിക പ്രവർത്തനങ്ങൾ നടത്തേണ്ടതെന്നും ഒരാലോചന എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് പിന്നെ മറ്റൊന്നും തടസ്സമല്ല. മറ്റ് നമ്മുടെ കുടുംബാംഗങ്ങളായാലും നമ്മുടെ സഭാ നേതൃത്വങ്ങളായാലും ഒന്നും തടസ്സമല്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്, നമ്മൾ ദൈവത്തിൻ്റെ അടിമ, അല്ലെങ്കിൽ അർത്ഥമാക്കുന്നത് ദൈവത്തിൽ പൂർണ്ണ അനുസരണമുള്ളവരായി നമ്മൾ തീരുകയാണെങ്കിൽ നമ്മളെ അനുസരിക്കുന്നവർ ധാരാളം ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ അനുസരിക്കുന്നവർ ധാരാളം ഉണ്ടാകും. അപ്പോൾ നമുക്കതുകൊണ്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നാളെ ഒക്കെ ആയിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് നിർത്താൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അടിമ എന്ന് പറയുന്നത് എന്താ പറയുന്നത്, പൗലോസ് അപ്പോസ്തലൻ്റെ ഒരു യജമാനത്വ ഭാവത്തിൽ നിന്നുള്ളതല്ല, മറിച്ച് കേൾവിക്കാരൻ്റെ ഗ്രഹിക്കുന്നതിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് അദ്ദേഹം അങ്ങനെയൊരു ഉപമ, ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇത് കേട്ടിട്ട് ആരും അന്നത്തെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള അടിമത്വമൊക്കെ ക്രിസ്ത്യാനികൾ വീണ്ടും കൊണ്ടുവരികയാണ്, ഇവിടെ അടിമയായിരിക്കണം എന്നൊക്കെ പറയുന്നൊന്നും പറഞ്ഞാൽ ആരും വ്യാഖ്യാനിക്കൊന്നും വേണ്ട. ഈ യേശു ക്രിസ്തുവിലൂടെ എല്ലാവർക്കും സഹവർത്തിത്വത്തിൻ്റെ, കൂട്ടുകാരൻ്റെ, ഒന്നായിരിക്കുന്നതിൻ്റെ അനുഭവമാണ് ദൈവം ഈ ഭൂമിയിലേക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് സ്നേഹിതരാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി, സ്നേഹിതന് വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന ബോധ്യത്തോടു കൂടി നമുക്ക് ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയട്ടെ. ഞാനിന്ന് വായിച്ച ഭാഗങ്ങൾ നിങ്ങളോട് പറഞ്ഞല്ലോ. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 15 മുതൽ വാക്യങ്ങളാണ്. സന്ദർഭവശാൽ മറ്റു കാര്യങ്ങളൊക്കെ കയറി വന്നതുകൊണ്ട് അതിൻ്റെ ഒത്തിരി പോകാൻ പറ്റിയില്ല. നാളത്തെ ആ ഭാഗം തന്നെ നമുക്ക് നാളെ അതിൻ്റെ പാർട്ടായിട്ട് തന്നെ കേൾക്കാം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നമുക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. മനസ്സിനെ ഏകാഗ്രമാക്കാൻ ശ്രമിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങൾ അവിടുത്തെ സ്നേഹിതന്മാരാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. മറ്റൊന്നും ഞങ്ങൾക്ക് തടസ്സമില്ല. ഞങ്ങൾ നീതിയുടെ അടിമകൾ എന്ന് പറഞ്ഞാൽ, കർത്താവിൻ്റെ ദാസന്മാരും ദാസികളും എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്നേഹിതന്മാരും സ്നേഹിതകളും, അവിടുത്തെ സ്നേഹത്തിൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നവർ എന്നർത്ഥം. ഗ്രഹിക്കുവാനുള്ള പരിമിതികളോ ഈ വചനമനുസരിച്ച് ജീവിക്കുവാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതെല്ലാം സമർപ്പിക്കുകയാണ് ദൈവമേ. ഈ വചനമനുസരിക്കാത്തവരെ അവിടുന്ന് നിത്യജീവനിൽ പ്രവേശിപ്പിക്കുകയില്ല എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. യോഹന്നാൻ 3:36. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവൻ ജീവനെ കാണുകയില്ല, ദൈവകോപം അവൻ്റെ മേൽ നിലനിൽക്കും. കർത്താവേ, ഈ ശുശ്രൂഷ തുടർന്ന് എല്ലാ മക്കൾക്കും മനസ്സിലാകുന്ന രീതിയിൽ ക്രമീകരിക്കാൻ പരിശുദ്ധാത്മാവ് വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരുടെ കേൾവിയിലേക്ക്, അവരുടെ ചെവിയിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സംസാരിക്കുന്നവൻ്റെ അധരങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ. സകലവും ഞങ്ങൾക്കായി കാൽവറിയിൽ ജീവൻ വെച്ച് ഞങ്ങളെ രക്ഷിച്ചു കൊണ്ടെടുത്താം. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശുവേ നന്ദി, ദൈവമേ നന്ദി. മുൻപ് പറഞ്ഞതുപോലെ ഈ വചനങ്ങളൊക്കെയും കേൾക്കുന്ന നിങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുവാനും എല്ലാ മക്കളും വലിയ ദൈവാനുഭവത്തിലേക്ക് വരുവാനും പ്രാർത്ഥിക്കുകയും ചെയ്യുക.